ഇവൻ സണ്ണി. ഇതാണ് ആ നാലാമത്തെ ഇനം. ഹായ്. ബോട്ടിലിന്റെ വലിപ്പം മാത്രമുള്ള ഇവന്റെ സ്വഭാവം ബോട്ടിലുമായി ബന്ധപ്പെട്ടതാ. മണം പിടിക്കുന്നതിൽ ഇവൻ ഏറെക്കുറെ പോലീസ് നായ പോലെ തന്നെയാ. പക്ഷേ ഒരു വ്യത്യാസം മാത്രം, ഇവൻ പെൺവർഗത്തിന്റെ മണം മാത്രമേ പിടിക്കൂ. ബ്ലൂ ലേഡി. Sorry? ബ്ലൂ ലേഡി അല്ലേ കുട്ടി ഉപയോഗിക്കുന്ന പെർഫ്യൂം? Yeah. How do you know? നിങ്ങളെപ്പോലത്തെ കുട്ടികളൊക്കെ ബ്ലൂ ലേഡിയാണ് ഉപയോഗിക്കണേ. Oh, you shut up. ഒരു പെണ്ണിന്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ അവളുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കുന്നതിനേക്കാൾ നല്ലത് അവളുടെ പെർഫ്യൂം നോക്കണതാണ്. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, ക്രിസ്ത്യൻ ഡിയോർ പറഞ്ഞ. ഇങ്ങനെ മണം പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ അത് എങ്ങനെയെങ്കിലും കടിച്ച് വലിച്ചെടുത്തോണ്ട് പോരും. ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരുപാടുണ്ട് അവന്റെ കയ്യിൽ. ബേബ് ഫ്രം ചാന്ദിനി, മൈ ലവ് ഫ്രം ടെസ, സംഗീത, സൗമ്യ മാത്യൂസ്, സോഫിയ, ടാനിയ. എടാ, നമുക്ക് പെർഫ്യൂം ബിസിനസ് പ്ലാൻ ചെയ്താലോ? എങ്ങനെയുണ്ടോ? എടാ, എനിക്കിതൊരു ബിസിനസ് പ്ലാൻ ആക്കാൻ പരിപാടിയില്ല. ഐ ഡിഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കേട്ടാ. ഈ പെർഫ്യൂം തിയറി കൂടാതെ അവന് മറ്റൊരു തിയറി കൂടിയുണ്ട്, ഓൾഡ് ഈസ് ഗോൾഡ്. എന്നെ പോലുള്ളവരുടെ ഉറക്കം കളയാനുണ്ടായ തിയറി. ബെസ്റ്റ് ലേഡി, ബെസ്റ്റ് ലേഡി, ബെസ്റ്റ് ലേഡി അല്ലേ? എന്തോ ആന്റി ഉപയോഗിക്കുന്ന പെർഫ്യൂം ബെസ്റ്റ് ലേഡി അല്ലേ? അയ്യോ, ഞാനതൊന്നും ഉപയോഗിക്കത്തില്ല. ഇത് കാച്ചി എണ്ണയുടെ മണമാ. ആണോ? എന്തും ആണോ ഇത്? എന്നിട്ട് കാച്ചി എണ്ണ ആന്റി? അത് പിന്നെ തുളസി ഇട്ട് കാച്ചിയ എണ്ണ. എന്താ അനിയന് വേണോ? കേറിപ്പോടിയാത്ത അവളുടെ ഒരു ചെടി പരിചരണം. കാച്ചിയ എണ്ണ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. പക്ഷെ അതോടെ ഇവളുടെ കാച്ചിയ എണ്ണ ഞാൻ നിർത്തിച്ചു. എന്തൊക്കെ പറഞ്ഞാലും മാഷും മോളില്ലാത്തപ്പോ അവരെനിക്കൊരു കൂട്ട. ഇത്രയായിട്ടും അവന്മാരെ ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു പോങ്ങനാണ്. എന്നാ അങ്ങനെയല്ല. ബലം പ്രയോഗിച്ച അവന്മാരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ അതിൻ്റെ പേരിൽ അവന്മാരെന്തെങ്കിലും പറഞ്ഞു വരുത്തും. കെട്ടിക്കാറായൊരു മോളും കെട്ടിയിടാറായൊരു ഭാര്യയും ഉണ്ടെനിക്ക്. അവസാനം സഹികെട്ട് ഞാൻ ആ പണി ചെയ്തു. ഇനി സൂക്ഷിക്കേണ്ടത് നിങ്ങളാ. പരാതിയും പറഞ്ഞ് ഒരൊറ്റെണ്ണം ഇതിനകത്ത് വന്നു പോകരുത്. എടാ ഉമ്മോ, നീ ആ തുളസീധരൻ പിള്ള കാണാതെ മീരയെ കണ്ടൊന്ന് സംസാരിക്കും. മീരയോട് ഇവനെ സംസാരിക്കാൻ വാടകയുടെ കാര്യം ഇനിയും വൈകി അങ്ങനെ കാണണമെന്ന് പറയും. വാടക കറക്റ്റ് ആയിട്ട് കൊടുക്കാത്ത ആദ്യത്തെ ബാച്ചിലേഴ്സ് ആണല്ലോ നമ്മള്. അതൊക്കെ ശരിയാ. പക്ഷെ ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നു ഈ വാടകയ്ക്ക് വേറെ വീട് കൊടുത്തിട്ടാണ്. അയാളാണെങ്കിൽ ഒരു കാരണം നോക്കിയിരിക്കാം. അതിനിവൻ മീരെ കണ്ടിട്ട് എന്താ കാര്യം? ഈ പേപ്പർ തീറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിൽ നല്ലൊരു ഇമേജ് ഉള്ളത് ഇവനാ. മീര വഴി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കൂടി ചവിട്ടാലോ. ശരിയാവില്ല. അന്ന് നീ കൊടുക്ക്. എന്റെ ഷെയർ കേട്ടതാ. അപ്പൊ പിന്നാളിയാ, വേറെ വഴിയൊന്നുമില്ല. കൊടുക്കടാ. ഞാൻ നോക്കട്ടെ, ഉറപ്പൊന്നും പറയുന്നില്ല, നോക്കാം. ഒരു പണിയെടുക്കാത്ത ഉറപ്പാടുകന്മാര്. ടൊയോട്ടയുടെ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത 2 മോഡൽസിനെ പറ്റി ഒന്ന് പറയും. സണ്ണി, സണ്ണിയുടെ ക്വാളിഫിക്കേഷൻസ് വളരെ പ്ലീസിംഗ് ആണ്. Okay. ബട്ട് ഇത്ര എക്സ്പെൻസീവ് കാറുകൾ വിൽക്കാനുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഞാൻ നോക്കിയിട്ട് സണ്ണിയിൽ കാണുന്നില്ല. സോ ഐ ഫീൽ യു റിജക്റ്റഡ് ഫ്രം ദിസ്. ബർബറി അല്ലേ താൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം? സണ്ണി, will you please get out from my office right now? ചേട്ടാ, ഈ കിടക്കുന്ന സാധനം തലച്ചോപ്പം നടക്കണ്ടല്ലോ. ഇവര് പറയുന്ന സമയത്ത് വിറ്റ് തന്നാ പോരെ. ഞാൻ പറയട്ടെ വിറ്റ് തന്നാ പോരെ. ഇവരെന്ത് ഫിസിക്കൽ അപ്പിയറൻസ്? ഇവിടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്നെ പിടിക്കില്ല. എന്താണ്? ലുക്ക് മിസ്റ്റർ ഗൗതം, നിങ്ങൾ ഒരു മാസം മുഴുവനും പാടിയ കിട്ടുന്നത് വെറും 3000 രൂപയാണ്. ഇപ്പൊ അഡ്വാൻസായി 5000 രൂപ തരണമെന്ന് പറഞ്ഞാ സോറി, ഐ കാൻ ടേക്ക് എ റിസ്ക്. വലിച്ചെറിഞ്ഞ് കളഞ്ഞൂറായിരുന്നല്ലോ നിനക്ക് ആ പീറപ്പണി.
നിന്റെ ഒന്നും വില ഒക്കെ അറിയാൻ പാടില്ല. ലവ് യുടാ മച്ച. അതെ, തന്റെ ഈ 4 ടേബിളിന് 8 ചേർന്ന് വേണ്ടി ഇനി എന്റെ ഗിറ്റാർ ശബ്ദിക്കില്ല. ഐ ആം ലീവിംഗ്. വാ 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 വാ. കണ്ടോടാ, അതാണ് ആണത്തം. നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണത്? ഡാ, ഞാൻ ഇതിന്റെ സാധനം ഇറക്കിയേ. ഇത് നിങ്ങളുടെ മോന്ത അങ്ങോട്ട് മാറട്ടെ. വാ. അയ്യേ പുരുഷു, എന്തു പറ്റി കളിയാ? എടോ, ഇവിടെ 3G ഇല്ലേ? എടോ, 3G ഇല്ലേ ഇവിടെ? 3G യാ? ആ ഓ, എന്റെ ഫോണിലുണ്ടല്ലോ. ഉണ്ടല്ലോ ഓ, ഇല്ലേ? ഉണ്ട്. ആ, അതാണ്. അല്ലല്ലേ, ഒരു പണിയുണ്ട്. പോസ്റ്റ് പോസ്റ്റ് തുറക്ക്. Let's try something different today. കൊള്ളാല്ലേ? ബേ, എന്താടേ? അവൻ ഒന്നുകൂടെ വിളിച്ചു നോക്കിയേ. എന്റെ അപ്പൻ റിലയൻസ് പോയിട്ട് അവൻ അറിഞ്ഞില്ലേ? അതവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അത് കാരണം ടിക്കറ്റ് അവനെടുത്തേ. എന്നെ വിളിച്ചേക്കാം. റിങ്ങണ്ട് എടുക്കണില്ല. എടുക്കുന്നില്ല അല്ലേ? കുളി കഴിഞ്ഞതേ ഉള്ളൂ. അയ്യേ, ആ കിളവനെങ്ങനെ കണ്ടുകഴിഞ്ഞ് നിന്നെ പറഞ്ഞു കൂട്ടാ. പിടിക്കാൻ പോയൊന്ന് നേരത്തെ വന്നോ? വാടാ വാടാ. നട തുറന്നു കിടക്കുന്നു. വരൂ കോൽക്കാരെ. അംഗം കഴിഞ്ഞ ചേക്കവൻ കിടക്കണ കെടുപ്പ് കണ്ടാ? അയ്യോ, ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കാതെ ആ കഥയൊന്ന് പറ. ഇല്ല പറയടാ. ഇവൻ ഈ കഥയൊക്കെ ചേർത്ത് വെച്ചേ ഒരു ബുക്ക് തന്നെ ഇറക്കാം. ആ, വളരെ നന്നായിരിക്കും. എന്നിട്ട് അതിന് പേരിടാൻ കേട്ടോ. ഒന്ന് പോടാ. അവന്മാര് പലതും പറയും. നീ പറ. പറയടാ. അവളുടെ വീട്ടിൽ പോയിട്ട്. ആ പറയടാ. അയ്യോ, ഇതെന്താ? ഉപദ്രവിക്കരുത്. എന്താടാ പറ്റിയേ? Let's try something different today. Something different today. Right. Let's try something. അയ്യോ, എന്താണ്? Wait, ഞാൻ ആരാ നോക്കിയിട്ട് ഇപ്പൊ വരാം. Keep quiet. അയ്യോ, അയ്യോ, അയ്യോ. ഒന്നും പറയണ്ട മോളെ, നിന്റെ മമ്മ ആ കഴുത ചോറിന് കൊടുക്കേണ്ട ഗിഫ്റ്റ് എടുത്ത് വണ്ടിയെ വെച്ചില്ല. അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. താങ്ക് യു ഡിയർ. മോള് വാതിലടച്ചേക്ക്, ഞങ്ങൾ വരാൻ അല്പം ലേറ്റ് ആവും. ആ, പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഇവിടെ ഇല്ലെന്ന് കരുതി കൂട്ടുകാർക്കൊപ്പം കറങ്ങാൻ പോകരുത്. പപ്പയും മോക്ക് അറിയാമല്ലോ. ഏതവനാടാ കറക്റ്റ് സമയത്ത് തന്നെ നിന്നെ വിളിച്ചേ? നമ്മളന്നേരം വിളിക്കാൻ നന്നായി. ഇതിലെന്താ ഉലാത്തു? ഓവറാക്കരുത്. ഹലോ, ഹായ്. ഓമനെ കൂടെ ഞാൻ സണ്ണി. എന്തുവാടി ഓമനെ കൂട്ടാ? പപ്പയും മമ്മിന്നൂല്ലേ? അവരൊക്കെ ഡൽഹിയില. അതെ, ഓമനെ കൂട്ടാ, എനിക്കൊരു ഫേക്ക് മെസ്സേജ് വന്നു. നീ സൂസൈഡ് ചെയ്യാൻ പോകുന്നത്.
എന്റെ ഫോണാന്ന് വിളിച്ചിട്ട് കിട്ടുന്നു, ഞാൻ ആകെ ടെൻഷൻ അടിച്ചു പോയി. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഓമനക്കുട്ടൻ നിന്നെ പോലെ നെഗറ്റീവ് ഒന്നുമല്ലെന്ന്. ഈ ബോഡി മുഴുവൻ ഫുൾ പോസിറ്റീവാ. അല്ലടാ എന്റെ ബോഡിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. 2 ബോട്ടിൽ സ്ലീപ്പിംഗ് പിൽസാ കഴിച്ചത്. ഒരു മയക്കെങ്കിലും വരണ്ടേ? ഓമനക്കുട്ടാ എന്റെ പൊന്നേട്ട് ഇന്നെങ്ങാനും എത്തിക്കോ? വയറെഴുകാൻ പഠിച്ചല്ലോ അല്ലേ? ഇനിയുണ്ട് പഠിക്കാൻ. എങ്ങനെയുണ്ട് ഡോക്ടർ? ഇടോ, അയാൾ അവിടെ കിടന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വെക്കുക. വയറ് കഴുകിയതല്ലേ, ഇപ്പൊ ഉടനെ ഒന്നും കൊടുക്കാൻ പാടില്ല. ദേ ഒന്ന്. ഈ മരുന്നിന്റെ ബില്ല് അടയ്ക്കണം. എന്റെ ഓമനക്കുട്ടൻ, നിനക്ക് ആരാ ഇതൊക്കെ വാങ്ങിച്ചെന്ന്? ഒന്നും കഴിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് അങ്ങനെ പറയാം. വയറ്റിലുണ്ടായിരുന്ന ഫുള്ള് കളയുകയും ചെയ്തു. എനിക്ക് പിന്നെ വിശക്കൂലേ? ഓമനക്കുട്ട എന്ത് പണിയായി കാണിച്ചത്? അതല്ല, സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചത്. ക്യാഷിന് ക്യാഷ്, കാറിന് കാറ്. നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടോ ഓമനക്കുട്ട? സ്വന്തമായിട്ടൊരു ജോലി, സ്വന്തം കാലം നിൽക്കാൻ ശ്രമം നടത്തി, ആ പാളിപ്പോയി. പിന്നെ മരിയ, അവൾക്കും എന്നെ വേണ്ട. പോട്ടെ ഓമനക്കുട്ട, എല്ലാം ശരിയാവും. ഞങ്ങളൊക്കെ ഇല്ലേ? സത്യം സത്യം. എന്തൊരു കൂതറ മുറിയാണിത്. മനുഷ്യന് ബോധമില്ലാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് കിടന്ന സ്ഥലം ഇതാ. വേറെ നല്ല മുറിയിലും കിട്ടും നോക്കിയാ. ചെല്ലേ പോ, ചെല്ലേ. നോക്കിട്ട് വരാം. ഹായ്. ഹായ്. പെർഫ്യൂം ഉപയോഗിക്കും അല്ലേ? ഇപ്പൊ ഉപയോഗിക്കുന്ന പെർഫ്യൂം മാറ്റി ഉപയോഗിച്ചൂടെ? വേറെ ഏതെങ്കിലും? ഇതൊരു സുഖമില്ല. 1500. 1500 അല്ലേ? മോനെ ഗൗതമേ, ചേട്ടന്റെ പേഴ്സ്. ചേട്ടന്റെ പേഴ്സ്. ഈ പെമ്പിള്ളേർക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞാൽ ശരിയാണല്ലേ? കറക്റ്റാണ് ചേച്ചിയല്ല? സോറി. അല്ലേ ഓമനക്കുട്ടനെ പോലത്തെ ഒരു ബിഗ് ഷോട്ടിന് ആരെങ്കിലും വേണ്ടെന്ന് പറയും. ഓമനക്കുട്ടന് എന്താ ഒരു കുറവ്? ഓമനക്കുട്ടിന് കുറച്ച് ബുദ്ധിയുടെ കുറവുണ്ട്. ഏയ് കുറച്ച്, പക്ഷെ ഒന്ന് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. ശരിയാവും. അതെ, ഈ മാസത്തെ ചെലവിന് ആർത്ത് വിട്ടതുണ്ട്. അത് നമുക്ക് ഓമനക്കുട്ടനോട് പറഞ്ഞ് ശരിയാക്കാം. അത് നീ അവന്റെ വീട്ടിൽ പോയി ശരിയാക്കിയാൽ മതി. ഇപ്പൊ നീ ഒരു ഓട്ടോ വിളി. വീട്ടിലോട്ടാ? ഒന്നും ശരിയാവില്ല. ഇപ്പൊ അവന്റെ പാരന്റ്സ് എല്ലാം അവിടെ ഇല്ലാത്താണ്. ഇനി ഇതുപോലത്തെ വല്ല പരിപാടികൾ ചെയ്താലോ? അതിന് അവന്റെ വീട്ടിൽ സർവൻസ് ഒക്കെ ഉണ്ട്, അത് അവര് നോക്കിക്കോളൂ. സർവൻസിനെ ഏൽപ്പിക്കാനാ? അവൻ നമ്മുടെ ഫ്രണ്ട് അല്ലടാ. എന്ത് മോൻ പറയൂ, നമ്മളിപ്പോ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവനെ കൊണ്ടുപോകുന്നു. എങ്ങോട്ട്? നമ്മുടെ റൂമിലേക്ക്. മിസ്റ്റർ ഡൊമിനിക്, താങ്കൾക്ക് അവന്റെ ക്യാരക്ടർ എന്നിട്ട് അറിയാൻ പാടില്ലാത്തതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തോന്ന് ക്യാരക്ടറാ? ഗിറ്റാർ വാങ്ങാനും പൈസ കടം തരാനും ഓമനക്കുട്ടം വേണം. ഇപ്പൊ അവൻ ഒരു ആവശ്യം വന്നപ്പോ അവന്റെ ക്യാരക്ടർ ശരിയല്ല. നിന്റെ ക്യാരക്ടറാ ശരിയല്ലാത്തത്, ബ്ലഡി ഫൂൾ. നമ്മൾ അവനെ കൊണ്ടുപോകുന്നു. ഓമനക്കുട്ടന്റെ കംപ്ലീറ്റ് റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം.